താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാർപ്പാപ്പ സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. നമ്മളുടെ അനുദിന ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളിലും പ്രയാസങ്ങളിലും നമുക്ക് സഹായവും പ്രോത്സാഹനവും നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളുടെ കുടുംബജീവിതത്തെ കുറെ കൂടി മനോഹരവും സുന്ദരവുമാക്കാൻ ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ രേഖയെ ആസ്പദമാക്കിക്കൊണ്ട് നാം ഇവിടെ ഒരുക്കുന്നത്. ഈ ചർച്ചയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾ പലരും കാണുമെന്നറിയുന്നതിൽ വലിയ സന്തോഷം. ഏവരെയും പ്രത്യേകം പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാം. ആദ്യമായി നാം പരിചയപ്പെടുന്നത്, ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഫാദർ വർഗീസ് കുത്തൂരിനെയാണ്. ഫാദർ വർഗീസ് കുത്തൂർ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജരും കുടുംബ പ്രേക്ഷിത രംഗത്ത് വളരെ നാളുകളായി തൻ്റെ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. വർഗീസ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ചർച്ചകളിൽ സുപരിചിതനായ ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെയാണ്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും എഴുത്തുകാരനും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായ ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ ടോണി ജോസഫിനെയാണ്. ഡോക്ടർ ടോണി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശ്ശൂർ അതിരൂപതയിലെ ലോഫ് സമർപ്പിത സമൂഹത്തിൻ്റെ പ്രസിഡന്റുമാണ്. ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികളുടെ ധാർമ്മിക രൂപീകരണം പടിപടിയായി സംഭവിക്കേണ്ട പ്രക്രിയയാണെന്നും അവിടെ ക്ഷമാപൂർണമായ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ കാത്തിരിക്കാനുള്ള മനസ്സ് മാതാപിതാക്കൾക്കുണ്ടാകണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പ്രബോധനത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ചിന്തകളിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കുക. ഒരിക്കൽ കൂടെ ഏവരെയും സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളുടെ ഈ ധാർമ്മിക രൂപീകരണത്തിൻ്റെ ഒരു ഭാഗം, പ്രധാനമായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ പടിപടിയായിട്ടുള്ള ഒരു വളർച്ച. എങ്ങനെയാണ് കുട്ടികളുടെ ഈ ഫോർമേഷൻ കാലത്ത് എങ്ങനെയാണ് മാതാപിതാക്കൾ കുട്ടികളോടുള്ള പെരുമാറ്റത്തെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? നമ്മൾ കുട്ടികളെ പരിശോധിക്കുന്നതിന് മുൻപ് നമ്മളൊരു ചെടിയുടെ വളർച്ച പരിശോധിക്കുക. നെൽവിത്ത് നടുന്നു. ഈ നെൽവിത്ത് നട്ട് കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക പ്രായത്തിൽ ഇത്രയ്ക്ക് വെള്ളം കിട്ടണം, വേറെ പ്രായത്തിൽ ഇത്രയ്ക്ക് വെള്ളം കിട്ടണം, ഇലകൾ വളരുന്ന സമയത്ത് യൂറിയ കിട്ടണം, ഫലം പുറപ്പെടുവിക്കുന്ന സമയത്ത് ഫോസ്ഫറസ് കിട്ടണം. ഇങ്ങനെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിൽ തന്നെ യൂറിയ ഇടുമ്പോൾ വെള്ളം നല്ലതായിട്ടുള്ള സമയത്ത് മാത്രമേ യൂറിയ ഇടാൻ പാടുള്ളൂ. അത് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. വെള്ളമില്ലാത്ത സമയത്ത് യൂറിയ ഇട്ടാൽ ചെടി ഉണങ്ങിപ്പോവും. നമ്മൾ പരമ്പരാഗതമായിട്ട് ആട്ടിൻകാട്ടം എന്ന് പറയുന്നത് വളമായിട്ട് ഉപയോഗിക്കുന്നു. അത് ഭയങ്കര ചൂടാണ്. അതിട്ട് കൊടുത്താൽ ചെടി ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ വളമാണെന്ന് കരുതി അതിൻ്റെ ഡോസേജ് കൂടുകയും കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതില്ലാതാകുന്ന പോലെ കുട്ടിയുടെ വളർച്ചയിൽ അതാത് പ്രായത്തിനനുസരിച്ച് അവന് വഹിക്കാവുന്ന ലോഡ് അനുസരിച്ചിട്ട് വേണം ധാർമ്മികതയൊക്കെ അവനിലേക്ക് പതുക്കെ ചെലുത്തി കൊടുക്കാനായിട്ട്. പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്നത്, ചിലർ അങ്ങേയറ്റത്തെ കർക്കശക്കാരാണ്, വേറെ ചിലർ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവനെങ്ങനെയെങ്കിലും നടന്നോട്ടെ എന്ന് പറയുന്നവരുണ്ട്. പാപ്പത്തിൽ പറയുന്നതിന് അനുവാദമില്ലാത്ത ത്യാഗങ്ങളുള്ളതും എതിർപ്പിലേക്കും നിർബന്ധത്തിലേക്കും നയിക്കാത്ത
കുറേ പരിശ്രമം മാത്രം ആവശ്യപ്പെടുന്നതുമായ കാര്യങ്ങൾ കുട്ടികളോട് അല്ലെങ്കിൽ യുവാക്കളോട് ആവശ്യപ്പെടുക എന്നതാണ് ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ ഉൾക്കൊള്ളുന്നത്. ഒരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള പരിശീലനവും വിശ്വാസ കൈമാറ്റവും ആയിരിക്കണം. അതായത് ഒരു 3 വയസ്സായ കുട്ടിയെ പ്രാർത്ഥന എത്തിക്കുന്നതിൽ ഒരു ചെറിയ നിസ്സാര തെറ്റ് കാണുമ്പോൾ അവന് 1 മണിക്കൂർ നേരം മണലിൽ മുട്ടുകുത്തിയാൽ അവന് ബോധം വരുന്ന കാലത്ത് അപ്പൻ്റെ ബൈബിളടക്കം അവൻ കത്തിച്ച് കളയും. അങ്ങനെയാണ് പലരും റിബലുകളായിട്ട് മാറുന്നത്. ചിലപ്പോഴൊക്കെ കരിസ്മാറ്റിക് ഒക്കെ കൂടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കുട്ടി 3 വയസ്സുള്ളവന് ഉപവസിക്കുക. അത് അവര് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കാളയും പശുവും കുട്ടിയും എല്ലാവരും ഉപവസിക്കണം എന്ന് പറഞ്ഞ 2 വയസ്സായ കുട്ടീനെ കൊണ്ട് ഉപവസിച്ചാൽ അവൻ്റെ പ്രായത്തിന് അനുസരിച്ച് അവന് താങ്ങാവുന്നത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സ്മോൾ ഡോസ് കൊടുത്ത്. അതുപോലെ തന്നെയാണ് ഇപ്പം ചില മാതാപിതാക്കളൊക്കെ നിർബന്ധിച്ച് ഇപ്പം ചില കാര്യസാധ്യത്തിനൊക്കെ ആയിട്ട് മക്കളോട് മെറ്റലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറയുന്നു. അതുപോലുള്ള അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പീഡനത്തിൻ്റെ ലെവലിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രായത്തിൽ ചെയ്യുകയാണെങ്കിൽ അവർ സ്വയം തീരുമാനിച്ച് ചെയ്യുന്നു ഓഫ് കോഴ്സ്. പക്ഷെ അത് നിർബന്ധപൂർവ്വം ആകുമ്പോൾ അങ്ങനെ ചെയ്തേ മതിയാവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാര്യം നടക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അത് നിർബന്ധിക്കുന്നത് ശരിയല്ല എന്നാണ് അപ്പോൾ പറയുന്നത്. കുട്ടി നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രനാകുമ്പോൾ അങ്ങനെ ചെയ്താൽ നന്മ ചെയ്യുന്നതിൽ നിന്ന് മാറുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുത്തി കുറച്ച് നാളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വളർത്താൻ പറ്റും. ക്ഷമാപൂർവമുള്ളൊരു കാത്തിരിപ്പ് ഉണ്ടാകണം. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞൊരു ചെടിയുടെ കാര്യം, ചെടി പെട്ടെന്ന് വളർന്നോട്ടെന്ന് വിചാരിച്ച് കൂടുതൽ യൂറിയ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അത് ക്ഷമാപൂർവ്വം കാത്തിരിക്കണം. അതെല്ലാ കാര്യത്തിലും. ഇപ്പം നമ്മൾ ശരീരത്തിന് ഭക്ഷണത്തിൽ അങ്ങനെ കൊടുക്കണേ. കുട്ടിക്ക് പായസം കൂടുതൽ ഇഷ്ടമാണ്, അവൻ സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിലോട്ട് കൊടുക്കുമോ? ഇല്ല. ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ദഹിക്കാവുന്ന സാധനങ്ങളെ കൊടുക്കുള്ളൂ. ഇതന്നെ ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും മാനസിക കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു ക്ഷമാപൂർവം കാത്തിരുന്നു കൊണ്ട് വളർത്താനായിട്ട്. അതുപോലെ തന്നെ ഈ ധാർമ്മിക മൂല്യങ്ങൾ മാതാപിതാക്കളുടെ നിഷേധാത്മക പ്രവൃത്തികളോടോ പ്രായപൂർത്തിയായവരുടെ കൃത്യവിലോപങ്ങളോ ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലരെങ്കിലും ഒക്കെ ഇന്ന് ധാർമ്മികതയിൽ വളരാത്തതിൻ്റെ കാരണം എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയല്ല, അല്ലെങ്കിൽ അധ്യാപകരിലൊക്കെ കാണുന്ന കുറവുകൾ ഒരുപാട് ഇവരെ. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യം. അത് കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പൻ്റെ പേരിൽ തെറ്റുണ്ടാവും, അമ്മയുടെ പേരിൽ തെറ്റുണ്ടാവും. അപ്പോൾ കുട്ടികളിൽ തന്നെ ഒരു ബോധത്തിൽ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സാറ് വലിയ പ്രസംഗം പറഞ്ഞ് നടക്കണതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടു. ഈ അച്ഛൻ ഇങ്ങനെ വലിയ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഈ അച്ഛൻ്റെ പേരിൽ ഇങ്ങനെ ഒരു തെറ്റ് വന്നില്ലേ, ഈ കാറ്റഗിസം ടീച്ചർ ഇങ്ങനെയല്ലേ, അതുകൊണ്ട് എന്നെ പോലുള്ളവർ തെറ്റ് ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം? അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, അപ്പനല്ല നിങ്ങൾ അനുകരിക്കേണ്ട മാതൃക, യേശു ക്രിസ്തുവാണ്. അതല്ല മാർപ്പാപ്പ എപ്പോഴും യേശുവിൻ്റെ തിരുമുഖം ധ്യാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ തിരുമുഖത്തേക്ക് നോക്കുക. മനുഷ്യരിലേക്ക് നോക്കിയാൽ ഉണ്ടാകുന്നത് അവരിലുള്ള നന്മകളെക്കാൾ കൂടുതൽ തിന്മ കാണാനുള്ള ഒരു പ്രവണത നമുക്കൊക്കെ ഉണ്ട്. മാത്രമല്ല ഇതിലെ വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? ചില ആൾക്കാർ എന്താ പറയണതെന്ന് അറിയോ? ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു ബൈബിളിനെ കുറിച്ച് ഒരു 5 മിനിറ്റ് പറയാൻ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ പറയുന്നതാണ്, എനിക്ക് അത്രയ്ക്ക് വിശുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിതിനെക്കുറിച്ച് യോഗ്യതയില്ല, അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറുകയാണെന്ന്. ഇതൊരു നുണയാണ്. കാരണം ആർക്കാണ് 100% സത്യസന്ധമായിട്ട് മാത്രമേ ഞാൻ ബൈബിൾ പ്രസംഗിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആർക്കും പ്രസംഗിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരെല്ലാം 100% സത്യസന്ധരായാലേ ഞാൻ അനുസരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അനുസരിക്കാൻ ഈ ലോകത്തിൽ ബാക്കിയുണ്ടാവില്ല. വിശ്വാസ കൈമാറ്റം ഉണ്ടാകില്ല, ഒന്നും ഉണ്ടാവില്ല, ആർക്കും പഠിപ്പിക്കാനും പറ്റില്ല. ഞാൻ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മാതൃകയാക്കേണ്ടത് ആരെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഉത്തരവൊന്നും പറയില്ല. അപ്പോൾ ഞാൻ നേരെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്നെ മാതൃകയാക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അവർ
ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ പറയും, ഒരിക്കലും എന്നെ മാതൃകയാക്കരുത്. കാരണം ഞാൻ വേറൊരു മനുഷ്യനാണ്. എനിക്ക് വീഴാൻ എനിക്കൊരു തെറ്റ് സംഭവിക്കാൻ ഒരു സെക്കൻഡ് മതി. അപ്പം എന്നെ നിങ്ങൾ മാതൃകയാക്കിയിട്ടാണ് നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ വീണാൽ നിങ്ങൾ വീഴും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഞാൻ വീണാലും നിങ്ങൾ വീഴരുത്. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ മാതൃകയാക്കണം. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയോട് ധാർമ്മിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗാന്ധിജിയുടെ പേര് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജിയുടെ പേര് പറഞ്ഞ ഉടൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വേറെ സ്ഥലത്ത് പരാജയം പറ്റിയിട്ടുണ്ടെന്നാണ്. എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് ഒരു മാതൃകയെ അവതരിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കത്തോലിക്ക സഭ തന്നെ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും വലിയ മാതൃക പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്ന് നമ്മളവിടെ ഉറപ്പിച്ച് ഒരു ആണി അടിച്ചു വെക്കുന്നത്. കാരണം അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ മാതൃകകളില്ല. നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത് തന്നെ. വാസ്തവത്തിൽ വിശുദ്ധരെ കുറിച്ച് പോലും പഠിക്കുമ്പോൾ അവർക്ക് മാനുഷികമായ ചില പരിമിതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരത് പരിഹരിക്കാനായിട്ട് നിരന്തരം ശ്രമിക്കുകയും മറ്റു കുറേ തലങ്ങളിൽ കൂടുതൽ വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ. അപ്പോൾ വിശുദ്ധരുടെ മാതൃകകൾ, പ്രചോദനകരമായിട്ടുള്ള മാതൃകകൾ തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ആ വിശുദ്ധരുടെ മാതൃകകൾ പ്രചോദനകരമാകുന്നത് അവരെല്ലാ കാലത്തും വിശുദ്ധരായി എന്ന അർത്ഥത്തിലല്ല, അശുദ്ധിയുടെ ഒരു ജീവിതത്തോട് യുദ്ധം ചെയ്ത് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണത്. അപ്പോൾ വിശുദ്ധ അഗസ്റ്റിന് ചെറുപ്പത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ജനിച്ചിട്ടുണ്ട്, അദയോത്തോസ്. പക്ഷെ അതേസമയം തന്നെ തൻ്റെ ജീവിതം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തോട് തന്നെ യുദ്ധം ചെയ്ത് ക്രമാനുഗതമായിട്ട് വളർന്ന് വിശുദ്ധിയിലേക്ക് പ്രവേശിച്ചു. എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. എല്ലാ വിശുദ്ധർക്കും ഭൂതകാലമുണ്ട്, പക്ഷെ എല്ലാ പാപിക്കും ഒരു ഭാവി കാലമുണ്ട്. അതാണ് ക്രിസ്തീയ സന്ദേശം. അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. ധാർമ്മിക രൂപീകരണത്തിൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യമുണ്ടെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. നമുക്ക് ക്ലിപ്പിംഗ് ശ്രദ്ധിക്കാം. മക്കളെ ആദ്യം അവർ തന്നെ ദേഷ്യപ്പെടാറുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനല്ല. കൂടുതലും ദേഷ്യപ്പെടാൻ വൈഫാണ്. അപ്പം അവൾ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു എന്തിനു ദേഷ്യപ്പെടണം, പിള്ളേരുടെ അടുത്ത് എങ്ങനെ ദേഷ്യപ്പെടണമെന്ന് എനിക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ പിള്ളേർ വലുതായി കഴിഞ്ഞപ്പോൾ അമ്മ ദേഷ്യപ്പെടുമ്പോൾ അത് നല്ലതിനാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നാറുണ്ട്. അവർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വൈഫ് വിളിച്ച് അമ്മ എന്തിനു ദേഷ്യപ്പെടുന്ന കാര്യമൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് നല്ലതെന്നാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ജോസ്പ് എപ്പോഴും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്ക് തിരക്കിലായിരിക്കും. എപ്പോഴും യാത്രയിലൊക്കെ ആയിരിക്കണ കാരണം ഞാൻ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഇടപെടാറ്. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇവരോട് പറയണ കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം എന്നതാണ് എനിക്ക് ഏറ്റവും നിർബന്ധമുള്ളത്. ഉള്ളത് പറഞ്ഞാൽ മതി. ഇപ്പോൾ പഠിക്കണ കാര്യത്തിലായാലും നമുക്ക് പറ്റണത് മതി, അതിൻ്റെ അപ്പുറം നിങ്ങൾ നുണ പറയരുത് എന്നാണ് ഞാൻ എപ്പോഴും നിർബന്ധിക്കുക. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങി ആ ഒരു കാര്യത്തിലാണ് ഞാൻ കുറച്ച് ദേഷ്യപ്പെടുകയും ചെയ്യും. വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവരുടെ ശാന്തതയെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ശാന്തമായ സ്വഭാവമായിരിക്കണം എന്നൊക്കെ. പക്ഷെ പ്രാക്ടിക്കലായിട്ട് എനിക്ക് അങ്ങനെ പറ്റാറൊന്നുമില്ല. ഞാൻ കുറച്ച് ദേഷ്യം മുന്നിട്ട് നിൽക്കുന്ന ആളാണ്. അത് മെയിനായിട്ട് നുണ പറഞ്ഞാലാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വരാം. അത് കാരണം അവരോട് എപ്പോഴും ഞാൻ പറയും, ഉള്ളത് പറഞ്ഞാൽ മതി, നമുക്കുള്ള കഴിവ് നമ്മൾ കാണിച്ചാൽ മതി എന്ന്. അങ്ങനെ പിന്നെ എന്തിന് വഴക്ക് പറഞ്ഞാലും എന്ത് ശിക്ഷ കൊടുത്താലും ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവരെ വിളിച്ചിരുത്തി എന്താണ് കാര്യം, ഞാൻ എന്തിനാ വഴക്ക് പറഞ്ഞതെന്ന് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് തിരിച്ച് പറയിപ്പിക്കും, എന്താ ഉണ്ടായേ എന്ന്, എന്തിനാ ഞാൻ വഴക്ക് പറഞ്ഞേ, അപ്പം നിനക്ക് എന്ത് തോന്നി. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യിപ്പിക്കാറ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ നാലാമത്തെ കുഞ്ഞിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു.
2 മക്കൾ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ഞങ്ങൾ 2 മക്കൾ മതി എന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് തോന്നിയല്ല ആ ചെയ്തത് ശരിയായില്ല, കൂടുതൽ മക്കൾ വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പിന്നെ റീകാനലൈസ് ചെയ്ത് അതിന് ശേഷം ഉണ്ടായതാണ് 3ാമത്തെ മകൻ. ഇപ്പോൾ അടുത്ത കുഞ്ഞിന് വേണ്ടിയും ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ തോന്നുന്നത് ശരിക്കും കൂടുതൽ മക്കളുണ്ടെങ്കിൽ തന്നെയാണ് അവർ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കഴിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. മക്കളുടെ എണ്ണം കൂടിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. വീട്ടിൽ പിള്ളേർക്കായാലും സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ സന്തോഷമാണ്, വാവയുടെ കൂടെ കളിക്കാനും ഒക്കെ ആയിട്ട്. നമ്മൾ സാധാരണയായി കണ്ടുവരുന്നൊരു കാര്യമാണ് അധ്യാപകരോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ പറ്റുമ്പോൾ അത് കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം അനുഭവിച്ച കുട്ടികൾക്ക് പലപ്പോഴും നമ്മൾ പിന്നെ ധാർമ്മികമായ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു പരിശീലനം കൊടുക്കാൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ശരിക്കും അത് വലിയൊരു ഗൗരവമായ ഒരു സംഗതിയാണ്. ഈ വിശ്വാസ കൈമാറ്റം തലമുറകളിലെ പരിശീലിപ്പിക്കുന്നതിലൊക്കെ ചേരുന്ന വലിയൊരു ബുദ്ധിമുട്ട്, ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെ നേരിടേണ്ടത് 2-3 തരത്തിലാണ്. ഒന്ന്, അധ്യാപകരാണ്, വൈദികരാണ്, അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയരാണ്. അവരൊക്കെ ആത്യന്തികമായി മനുഷ്യരാണ്, തെറ്റുകളൊക്കെ സംഭവിക്കാം എന്ന് വിചാരിച്ചിട്ട് അതിനെ നമ്മൾ പൊതുവൽക്കരിച്ച് അതിനെ തള്ളാനുമല്ല. അതങ്ങനെ സംഭവിച്ചു, ചില തെറ്റുകൾ സംഭവിച്ചു. അതിന് വിധേയമായിട്ടുള്ള വ്യക്തികൾ, അത് കണ്ടവരെ, കേട്ടവരെ, അനുഭവിച്ചവരെ, അവരിനി അതിൻ്റെ പേരിൽ മാത്രം നിന്നുകൊണ്ട് തങ്ങളുടെ ധാർമ്മിക ജീവിതത്തെയോ നന്മ ചെയ്യാനുള്ള അവസ്ഥകളെയോ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവർക്കൊരു ആന്തരിക സൗഖ്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ മാർപ്പാപ്പമാരെ ചരിത്രത്തിലൂടെ കടന്നു പോയപ്പോൾ സഭയ്ക്കുണ്ടായ ചില തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താ? മനുഷ്യരിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അത് ഏറ്റുപറയുന്നു. അതിന് വിധേയമായിട്ടുള്ളവരെ അതിൻ്റെ പേരിൽ അവിടെ കിടന്ന് വിഷമിക്കാതെ, സുഖപ്പെടാൻ താല്പര്യമുള്ള ഒരു വ്യക്തി അത് കേട്ടാൽ അത് സുഖപ്പെടാനായിട്ട് ആ ക്ഷമ സ്വീകരിച്ച് ആ മേഖലയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് കയറി വരികയാണ് വേണ്ടത്. അങ്ങനെ മാത്രമേ അവർക്ക് കുറേ കൂടി നന്മയുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. എൻ്റെ പരിചയത്തിലെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം 10-25 വയസ്സ് വരെ പള്ളിയിൽ ഭയങ്കര ആത്മാർത്ഥമായിട്ട് മുറ്റടിക്കും, അച്ഛൻ അത് പറഞ്ഞാൽ ചെയ്യും. അച്ഛനുമായിട്ട് ഒരു നിസ്സാര കാര്യത്തിൽ അച്ഛനൊരു തെറ്റ് ചെയ്തു. അന്ന് മുതൽ ആള് പള്ളിയിൽ പോകാതായി. ഇനി പള്ളിയിൽ പോകാതായെന്ന് മാത്രമല്ല, വേറൊരാൾ ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് അതൊരു അവർഷൻ പോലെ. അച്ഛനോട് മാത്രമല്ല പിന്നെ എതിർപ്പ്, പക്ഷെ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ വെറുതെ പള്ളിയിൽ നിന്ന് പിരിവിന് വന്നാൽ അത് ദേഷ്യമായി. അപ്പോൾ ഒറ്റ കാര്യത്തിൽ നിന്നാണ് ഇതൊക്കെ കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾക്ക് പിന്നെ ധാർമ്മികതയിൽ വളരാൻ തടസ്സം വരുന്നത് കൊണ്ടാണ് മാർപ്പാപ്പ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുള്ളത്. അവർക്ക് ഒരു ആന്തരിക സൗഖ്യത്തിൻ്റെ സഹായം ആവശ്യമുണ്ട്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. മാർപ്പാപ്പന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അപൂർണരാണ്, ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളോട് ക്ഷമിക്കുക, ഞങ്ങളെ മനസ്സിലാക്കുക. ധാർമ്മികതയെ സംബന്ധിച്ച് 2 എക്സ്ട്രീമിലാണ് ആളുകൾ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കണേ. അതാണ് മാർപ്പാപ്പ യാഥാർത്ഥ്യബോധം വേണമെന്ന് പറയുന്നത്. ഒരു എക്സ്ട്രീം കർക്കശമായ നിലപാട്, അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്, ശരീരം മുഴുവൻ തുണി കൊണ്ട് മറയ്ക്കണം എന്നുള്ള അങ്ങേയറ്റത്തെ നിലപാട്. വേറെ ചിലർ ഇതൊന്നും വേണ്ട, നിങ്ങൾ സ്വതന്ത്രമായിട്ട് നടക്കുക, എന്നിട്ട് സ്വയം പഠിക്കട്ടെ എന്ന് പറയുന്ന നിലപാട്. ഇത് യാഥാർത്ഥ്യബോധം ഇല്ലാത്തതാണ് എന്ന് പറയാനായിട്ട് കാരണമുണ്ട്. അത് മനുഷ്യനും മൃഗവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഒരു പൂച്ച ഭക്ഷണം പാകം ചെയ്തത് വെച്ച് കണ്ടാൽ പൂച്ചയ്ക്ക് പിന്നെ ക്ഷമയൊന്നുമില്ല. കാണുന്നതും പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ചിന്തയുടെ ഒരു മധ്യവർത്തിത്വം ഇല്ലേ, വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ പൂച്ച പാത്രം തട്ടിയിട്ട് മീനെടുത്ത് കൊണ്ടുപോകും. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് ഭക്ഷണം കാണുന്നു, വിശപ്പെന്നിട്ട് കൊതിയിട്ട് നിർത്താനും പറ്റണില്ല, എങ്കിലും അവൻ ബുദ്ധി കൊണ്ട് സ്വയം നിയന്ത്രിച്ച് അവൻ ചെയ്യുന്നതാണ് അവൻ്റെ പക്വത. ഇപ്പം കല്യാണങ്ങൾക്ക് പോയി 2 മണി വരെ ചിലപ്പോൾ നമ്മൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കും. അപ്പോൾ മനുഷ്യന് ഇങ്ങനെ ഒരു സ്വതന്ത്രമായ ഇച്ഛാശക്തി ഉണ്ട്.
എന്നത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ചില ഘട്ടങ്ങളിൽ ഈ ഇച്ഛാശക്തി മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മയക്കുമരുന്ന് കഴിച്ച് അഡിക്റ്റായ ഒരുവന് ഏതൊരു അഡിക്ഷൻ്റെയും അർത്ഥം ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു എന്നാണ്. വാട്ട് ഈസ് അഡിക്ഷൻ? അവൻ ആനിമലായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇച്ഛാശക്തി നഷ്ടപ്പെട്ട അവസരങ്ങളിൽ മദ്യം വെച്ച് കൊടുത്തിട്ട് അതൊക്കെ അവനെ നിയന്ത്രിക്കണം എന്ന് തോന്നുമ്പോൾ നിയന്ത്രിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പോൾ എക്സ്റ്റേണലായിട്ട് അത്തരം ഘട്ടത്തിൽ മാതാപിതാക്കൾ ഇടപെടണം. അതുപോലെ അങ്ങനെയുള്ള പല ഘട്ടമുണ്ട്. തിന്മയിലേക്ക് പോയാൽ പിന്നെ അവന് തിരിച്ചു വരാൻ പറ്റില്ല. കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ചില തെറ്റുകളുടെയൊക്കെ ഫലം അവർ അനുഭവിക്കണം. അത് ന്യായവുമാണ്. പക്ഷെ അത് അവിടെ മാതാപിതാക്കൾ എടുക്കേണ്ട ഒരു നിലപാടുണ്ട്. അത് ഏത് തരം തെറ്റാണ്, ഏത് തരം തിന്മയാണ്, ഇവൻ അതിൻ്റെ ഫലം അനുഭവിച്ചിട്ട് അവൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് വിവേകപൂർവ്വം മാതാപിതാക്കൾ തിരിച്ചറിയണം. എന്നിട്ട് വേണം അതിൻ്റെ ഫലം അനുഭവിക്കാൻ വിടാൻ. ചില കാര്യങ്ങൾ മാഷ് പറഞ്ഞ പോലെ ഇപ്പം മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ കുഞ്ഞുകുട്ടി തീ അനുഭവിച്ചറിയട്ടെ എന്ന് പറഞ്ഞ് തീയിലേക്ക് വിടുമോ? തീയിലേക്ക് ആരും വിടില്ല. അപ്പം അതുപോലെ മാതാപിതാക്കൾ വിവേകപൂർവ്വം പെരുമാറേണ്ട ചില മേഖലകളുണ്ട്. മയക്കുമരുന്നായാലും മദ്യമായാലും വ്യഭിചാരമായാലും എന്താ പറയണ്ടേ, ലൈംഗികതയുടെ മേഖലയായാലും ഒക്കെ അത് അനുഭവിച്ചറിഞ്ഞിട്ട് അവർ നന്നാവട്ടെ എന്ന് പറയുന്നത് ശരിയല്ല. അത് അങ്ങനെ ഒരു ഫ്രീ ഇതിലേക്ക് വിടുന്നത് അപകടമായിരിക്കും. അതുകൊണ്ട് മാർപ്പാപ്പ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ചില സമയത്ത് ഇച്ഛാശക്തി നശിച്ചിരിക്കുന്ന ആളുകളുടെ സ്വാതന്ത്ര്യ വിനിയോഗം യഥാർത്ഥ സ്വാതന്ത്ര്യ വിനിയോഗമല്ല. സ്വതന്ത്ര മനസ്സ് നഷ്ടപ്പെടുകയാണ്. മറ്റുള്ളവരുടെ സഹായവും പുനരധിവാസ പ്രക്രിയയും ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞ് ആ ടോപ്പിക് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം കേട്ടത് നമ്മളുടെ കുട്ടികളുടെ ധാർമ്മിക രൂപീകരണത്തിലും അവരുടെ വളർച്ചയിലും ഒരു ക്രമാനുഗതമായ ഒരു പ്രക്രിയ ഉണ്ടെന്നും അതിന് മാതാപിതാക്കൾ യാഥാർത്ഥ്യ ബോധത്തോടെ ക്ഷമാപൂർവ്വം കാത്തിരിക്കണമെന്നുമാണ് പ്രധാനമായും നമ്മൾ ചർച്ചയിലുടനീളം കേട്ടത്. അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ പ്രായത്തിൽ കവിഞ്ഞിട്ടുള്ള ത്യാഗങ്ങൾ അവരിൽ നിന്ന് നമ്മൾ അടിച്ചേൽപ്പിക്കരുതെന്നും അത് നന്മയേക്കാൾ കൂടുതൽ തിന്മ ഉണ്ടാകാനുള്ള സാധ്യത ആണ് കുട്ടികൾ ഉണ്ടാകുകയെന്നും നമ്മൾ ഈ ചർച്ചയിൽ കേൾക്കുകയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ധാർമ്മികമായി വളർത്തിയെടുക്കാൻ നമുക്ക് തീർച്ചയായും ക്ഷമാപൂർവം കാത്തിരിക്കാം. ചിലപ്പോഴെങ്കിലുമൊക്കെ ഇടപെടേണ്ട സമയത്ത് യാഥാർത്ഥ്യബോധത്തോടെ ഇടപെടേണ്ടതും വിവേകപൂർവമായ ഇടപെടൽ നടത്തേണ്ടതും കുഞ്ഞുങ്ങളുടെ ഫോർമേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ ചിന്തകളും ചർച്ചകളും നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇത് കൂടുതലായി ധാർമ്മികമായി കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ നിങ്ങളെ സഹായിക്കും എന്ന പ്രതീക്ഷയോടെ സ്നേഹത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം.